ഇത് എന്റെ സ്നേഹ സമ്മാനം. നമുക്കുള്ള ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ കുറച്ച് ചാറ്റ് ജിപിടിയുടെ സഹായം ചോദിച്ചു. ഇന്നത്തെ വിഷയം യു കുറച്ച് നന്നായിട്ട് തുടങ്ങി. ഇന്നത്തെ വിഷയം വർഷത്തിന്റെ വിഷയമാണ്. ഇത്ര സന്തോഷമുള്ള ഗിഫ്റ്റ് ഫൈനലി എനിക്ക് കേക്ക് കിട്ടി. നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ട്. ഭയങ്കര എല്ലാം വില കുറവാണെങ്കിലും പിള്ളേരുടെ കട. എനിക്ക് ഭയങ്കര സ്ട്രെസ് തരുന്ന ഇവർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പറ്റുന്നില്ല. എല്ലാ സിറ്റികളിലും അങ്ങനെ മുകളിലുള്ള ഒരു സിറ്റി ഉണ്ടാവും. അതിനെയാണ് എക്രോപോളിസ് പറയുന്നത്. ഏതൻസിന്റെ എക്രോപോളിസിനെയാണ് എക്രോപോളിസ് കാണാത്തൊരു വിഷമമുണ്ടോ പ്രഭു? ഞാനിതിനെ പറ്റി ഇപ്പോഴും വായിച്ചോണ്ടിരിക്കുക. കാണാനോ പറ്റിയിരുന്നു. ഇത് എന്റെ സ്നേഹ സമ്മാനം. നോക്കാം. അത്രയും കപ്പാസിറ്റി ഉണ്ടെന്ന് പറയണം. ഓ ശരിയാ, മറ്റേ ആ കാൻഡിൽ എടുക്കാൻ കേക്ക് കിട്ടാത്തൊരവസരത്തിൽ ഞാനും ഗീതും കൂടെ നമുക്കുള്ള ക്രിയേറ്റിവിറ്റി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ കുറച്ച് ചാറ്റ് ജിപിടിയുടെ സഹായം ചോദിച്ചു. ചാറ്റ് ജിപിടി കൊടുക്കത്ത ഐഡിയ. വീട്ടിലെല്ലാം അല്ലെങ്കിൽ വിഷ്ണു ചെറപറവേ ഫ്രിഡ്ജ് തുറക്കുന്നു. ഞാനിത് കണ്ടു. അത്രയ്ക്ക് അപമാനം അയച്ചു. ഞാൻ മറന്നു ഓർമ്മ സീരിയസ്ലി. അല്ലെങ്കിൽ ഞാനിപ്പോ കുറച്ചു പറ്റി ചോദിക്കൂല നിങ്ങൾ എന്താ ഐഷു നന്നായിട്ട് വരണേ ജീവിതത്തിൽ. ഇന്നത്തെ വിഷയം യു കുറച്ച് നന്നായിട്ട് തുടങ്ങി. ഇന്നത്തെ വിഷയം വർഷത്തിന്റെ വിഷയമാണ്. നിങ്ങൾക്ക് മുറിക്കാത്ത കേക്ക്. ഇതല്ല ഞാൻ അത്ര നേരം പറയുന്നത്. ഉരുളക്കിഴങ്ങ് ഒരാളെ കടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഈ ഓറഞ്ചിനൊക്കെ എന്ത് ചെയ്യും? കിവി മൊത്തം പഴുത്ത് കഴിക്കും. അതെ, കിവി മൊത്തം പഴുത്ത് കഴിക്കും. പഴം ഞാൻ സഹായിക്കാം. ഹലോ ഗൈസ്, ഞാൻ ഇത്ര സുന്ദരനായിരുന്നു എന്നല്ലേ? ഇന്ന് വിഷ്ണുവിന് അങ്ങനെ ഒരു വയസ്സും കൂടെ തികഞ്ഞിരിക്കുകയാണ് അല്ലേ? ഒരു വയസ്സും കൂടെ വിഷ്ണു എങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയില് വിഷ്ണുവിന് ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം യുവി കരഞ്ഞ് നമുക്ക് പെട്ടെന്ന് ഒന്ന് യുവിയുടെ അറ്റൻഡ് ചെയ്ത് തിരിച്ചു നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ അക്ഷമനായ വിഷ്ണു പ്രായം ഇത്രയായെങ്കിലും ആ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് അത് അൺബോക്സ് ചെയ്ത ഒരു മൊമെന്റ് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. വിഷ്ണു എന്താണ് ഗിഫ്റ്റ് പറയാം? അത് ഞാൻ വാങ്ങിച്ചപ്പോൾ ഉണ്ടായത്, വിഷ്ണു ഒരു ഓഫീസിൽ പോകുന്ന സമയത്ത് വിഷ്ണുവിന്റെ മാനേജർ അത് ചെയർ നീങ്ങിയതാണ് കേട്ടോ. നമ്മള് വിഷ്ണു ഓഫീസിൽ പോയ സമയത്ത് ഒരു അസൈൻമെന്റ് പോയപ്പോഴേ ഹോം ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം ചെയ്തു. വിഷ്ണുവിന്റെ മാനേജർ ചെയ്തൊരു പ്രൊജക്റ്റിൽ വിഷ്ണു ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം തിരിച്ചു വന്നിട്ട് വിഷ്ണു നമ്മുടെ വീട് ഇപ്പൊ ഓട്ടോമേഷൻ റെഡിയാക്കും, ഇങ്ങനെ ഇതാക്കുമ്പോൾ ലൈറ്റ് കിട്ടും, ഇങ്ങനെ ഇതാക്കുമ്പോൾ കോളേജിൽ അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കഥകളൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ റാസ്ബെറി പൈ ഓർഡർ ചെയ്യുന്നതിനെ പറ്റിയിട്ടും അതിന്റെ ഘോരഘോരമായ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വിഷ്ണുവിന് ഞാൻ ഗിഫ്റ്റ് ആയി കൊടുത്തത് ഒരു റാസ്ബെറി പൈ ആണ്. നിങ്ങളുടെ കുടുംബം ഭയങ്കര സയന്റിഫിക് കുടുംബം. എടാ ഇവരെല്ലാം ഇത് വിളിച്ച് ചോദിച്ചപ്പോ ഞാൻ വിചാരിച്ചത് കേക്ക് ആണെന്ന്. റാസ്ബെറി പൈ. അതെ, മറ്റേ അത് പാർസലാക്കി വാങ്ങി മറ്റേ ഏത്തൻസ് വരെ കൊണ്ടുപോകണമെന്ന്. സത്യം ഞാൻ പറഞ്ഞായിരുന്നു, അവിടുന്ന് വാങ്ങിയപ്പോ ഇവിടുന്ന് കൊണ്ടുപോകണം.
ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്താനും എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറിപ്പിക്കാനും എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് വരും. ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ഒരു മെയിൻ സാധനമായിരുന്നു റാസ്ബെറി പൈട്ടോ. അപ്പോൾ ഇതൊരു മിനി പ്രൊസസ്സർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത് വഴിയായിരുന്നു എൻ്റെ ജോലി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഹാർട്ട് ഓഫ് മൈ ജോബ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഞാൻ ജോലി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. പല സമയങ്ങളും ഞാൻ റൂമിൽ ഒരു ശബ്ദം കേൾക്കും. കാരണം എനിക്ക് കുറച്ച് കളക്ഷൻ പരിപാടിക്ക് വിഷ്ണു ഓടിക്ക് ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി താങ്കളുടെ അവസരമാണ് ഞാനത് കൈമാറുന്നു. വീട്ടിൽ ഓട്ടോമേഷൻ റെഡിയാക്കുക രാത്രി. അപ്പൊ ഓട്ടോമേഷൻ എന്നുള്ളൊരു വലിയ പ്രവർത്തിയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് രാത്രി യുവി അറിയുമ്പോ പാല് കൊടുക്കാൻ മറ്റിപ്പൊ കൈവച്ച് തോന്നുന്നതിന്റെ റോബോട്ട് തോന്നണം. തോണ്ടി പാല് കൊടുക്കാൻ വേണ്ടി ഒരാൾ ഓട്ടോമേറ്റ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതുകൊണ്ട് പ്രതീക്ഷിക്കുന്നത്. റിജക്റ്റഡ്, ഗിഫ്റ്റ് റിജക്റ്റഡ്. ഹാപ്പി ബർത്ത്ഡേ വിഷ്ണു. Thank you. ഹാപ്പി ബർത്ത്ഡേ. ഹാവ് എ Thank you. Back to you. ഇവിടെ വെച്ച് പോണേ. മറ്റേ ഭയങ്കര ടെസ്റ്ററായിട്ട് വർക്ക് ചെയ്തിരുന്ന ആൾക്ക് ഇതിനെ പെട്ടി വരും ക്ലോസ് ചെയ്യാൻ അറിയില്ല. പക്ഷെ അന്ന് ഞാൻ ഇതിന്റെ ഘടന കുറച്ച് മാറ്റി തോന്നുന്നു. ബോയ്സ്, യുവിക്ക് അറിയൊന്ന് അച്ഛന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോടാ. ഉവിക്കറിയോ അത്? ഉവി ഉടങ്ങിപ്പോയി ഇന്നലെ. വന്നു, എണീറ്റ് ശ്രമിച്ചു. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും നന്നായി ഉറങ്ങിയൊക്കെ എണീറ്റോ? ഞാൻ സുഖസുന്ദരമായി ഉറങ്ങി. നല്ല വെയിലുള്ളൊരു ദിവസമാണ് കേട്ടോ. ചെറിയൊരു തണുപ്പുണ്ട്. 15-16 ഡിഗ്രിയൊക്കെയാണ് ഇവിടെ ടെമ്പറേച്ചർ കാണിക്കണം. ഇന്നത്തെ നമ്മുടെ ദിവസത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊതു രാവിലെ എണീറ്റിട്ട് ഒരു ചെറിയ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് വിഷ്ണുവിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ യുവി ഒരു ചെറിയ ഗിഫ്റ്റ് നമ്മൾ യുവിയുടെ ഭാഗത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടല്ലോ വിഷ്ണുവിന് കൊടുക്കാൻ, അത് കൊടുക്കണം. പിന്നെ നമ്മളൊരു മ്യൂസിയം കാണാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ഏത്തൻസ് എന്ന് പറയുന്ന സ്ഥലം ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണല്ലോ. ഇവിടെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ട് കാണാനുണ്ട്. ഡെമോക്രസി എന്ന് പറയുന്ന ഒരു ആശയം ലോകത്തിൻ്റെ മുന്നോട്ട് ആദ്യമായിട്ട് വെച്ച കുറച്ച് ആൾക്കാർ ഏത്തൻസ് എന്നാണല്ലോ വിഷ്ണു ആണെന്നാണ് പറയപ്പെടുന്നത്. വായിച്ചു നോക്കിയപ്പോൾ എനിക്കും അങ്ങനെയാണ് കേട്ടോ മനസ്സിലായത്. പക്ഷെ അതൊരു ഭയങ്കര ചേഞ്ച് അല്ലേ ശരിക്കും? മുന്നേ രാജഭരണം എന്നുള്ള സ്ഥലത്തുനിന്ന് ഒരു പോയോ ഞാനൊരു വലിയ കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. അല്ല, ഞാൻ വിചാരിക്കുക അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആൾക്കാർക്ക് തലയിൽ തോന്നുക എന്നുള്ളതൊരു വലിയ ചേഞ്ച് അല്ലേന്ന്. രാജഭരണത്തിൽ നിന്നും നമ്മുടെ വോയിസ് മാറ്റർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കൺസിഡറേഷൻ വേണം എന്നുള്ളൊരു മാറ്റം അല്ലേ? അപ്പോൾ ആദ്യം നമ്മൾ ഒരു മ്യൂസിയത്തിലോട്ടാണ് പോണത്. അത് കഴിഞ്ഞ് നമ്മൾ എക്രോപോളിസ് പറഞ്ഞിട്ടുള്ള ഇവിടെ ഭയങ്കര ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ചതും അവിടെ ഡിസ്കഷൻ നടന്നതും പരമായിട്ട് വളരെയധികം ഇമ്പോർട്ടൻസ് നടന്നൊരു സ്ഥലമാണ് എക്രോപോളിസ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. ഇത്തവണ കുറച്ചും കൂടെ പോകുന്ന സ്ഥലങ്ങളുടെ ഇമ്പോർട്ടൻസ് പറയാനും കൂടെ 1-2 കമൻറ്റ്സ് വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പേടിച്ചു പോയി, കളിപ്പിച്ചത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ കൊണ്ടുപോകാം. ഒപ്പം നമ്മൾ ഏത്തൻസ് കാണുന്നതും കൂടെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. ഇത് യുവി അച്ചയ്ക്ക് വാങ്ങിയ ഗിഫ്റ്റാണ്. എങ്ങനെ സ്വഭാവം നന്നാക്കാന്നാണ് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത്. ഇത് തിന്നാനുള്ളതല്ല, ഇത് അച്ചയ്ക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റാണ്. ഇത്ര സന്തോഷമുള്ള ഗിഫ്റ്റ് എടുത്തോളാം, എടുത്തോളൂ. യുവി ഇത് അച്ഛക്ക് വാങ്ങിച്ചാണോ? യുവി വാങ്ങിച്ചാണോ ഇത്? ലവ് യു എന്ന് പറഞ്ഞിട്ട് യുവി തന്നാണോ അച്ഛക്ക് ഇത്? പപ്പ ഐ ലവ് യു. യുവിക്ക് അച്ഛക്ക് ഐ ലവ് യു ആണോ? തരാൻ യുവി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോ? ഹാപ്പി ബർത്ത്ഡേ അച്ഛ പറഞ്ഞോ? ഐ ലവ് യു അച്ഛ എന്ന് പറഞ്ഞോ? യുവിയുടെ മുടി വളർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എനിക്കത് നടക്കും തോന്നണില്ല. കാരണം ഭയങ്കര ഡിഫിക്കൽട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ ബാക്കിലൊക്കെ കുറച്ച് ഇങ്ങനെ
ഇങ്ങനെ കുരുത്തു കൂടി വരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് മുറിക്കാലോ വിഷ്ണു. ഞാൻ വിചാരിച്ചൊരു ഭംഗി കിട്ടുന്നില്ല, ഇനി കുറച്ച് വലുതായിട്ട് വളർത്താം. ഇതല്ലേ ഞാനും പറഞ്ഞത്. ഞാൻ പക്ഷെ മനസ്സിലാവണം അവന്റെ മുടി വളരുന്നുണ്ട്, അപ്പൊ അവൻ കുറച്ച് സമ്മതിക്കുന്നതിനൊക്കെ. ഓന് മനസ്സിലാവാത്തൊരു കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? പല്ലി വെച്ചിട്ട് ഒരു ദിവസം തുടങ്ങാം, അല്ലെങ്കിൽ മോശമല്ലേ? ഇത് കഴിഞ്ഞ ദിവസം ഗീതു നമുക്ക് 4 പേർക്കും പുറത്തു പോയ സമയത്ത് ട്രിപ്പിന് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് വാങ്ങിയൊരു ബ്രഷായിരുന്നു കേട്ടോ. ഒരു ബ്രഷിനെ പറ്റി ഇത്ര സംസാരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ഉപയോഗിച്ച ഏറ്റവും അടിപൊളി ബ്രഷാണിത്. ഇത് 4 ബ്രഷിനും കൂടെ €1 എന്തോ ആണ് ആയത്. കാരണം ട്രിപ്പിന് കൊണ്ടുവന്ന പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിച്ച് പിന്നെ ഉപയോഗിക്കാതിരിക്കാമെന്ന് വിചാരിച്ച ബ്രഷാണല്ലോ. എന്തൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഹെഡാണെന്ന് അറിയോ. ഇങ്ങനെ ഞങ്ങൾ 4 പേരും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പറയായിരുന്നു ലൈഫിൽ ഉപയോഗിച്ച ബെസ്റ്റ് ബ്രഷാണ്. പക്ഷെ അതിന്റെ ബ്രാൻഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഓർമ്മയില്ല. പക്ഷെ ബ്രഷിനെ പറ്റി ഞാൻ ജീവിതത്തിൽ എത്ര സംസാരിക്കുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നമ്മളൊരു 10 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാട്ടോ വിചാരിക്കണേ. 10 മണിക്ക് ഇറങ്ങി ഏകദേശം ഒരു 1-1.5 മണിക്കൂർ നമുക്ക് മ്യൂസിയത്തിൽ സ്പെൻഡ് ചെയ്യാനുണ്ട്. അതിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പിന്നെ അക്രോപോളിസ് കാണാൻ വേണ്ടി പോകേണ്ടത്. അപ്പോൾ ഒരു 1.5 മണിക്കൂറിൽ നമുക്ക് ഇറങ്ങണം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ പെട്ടെന്ന് റെഡിയാവാം. ഇവരുടെ ഇപ്പോൾ നമ്മൾ റിപ്പീറ്റേഷൻ വന്നാലേ നമ്മുടെ കിളി പോയി പോകും. യുവിനൊന്ന് കുളിപ്പിച്ചെടുക്കണം. നമ്മൾ ട്രിപ്പ് വരുന്ന സമയത്ത് അധികം നമ്മൾ ഷവറിൽ തന്നെയാണ് കുളിപ്പിക്കാറ്. നമ്മൾ കുളിക്കാൻ കയറുന്നതിൻ്റെ മുന്നേ ഞാനും വിഷ്ണു ഇവരെയും കൂടെ കൊണ്ടുപോയി മൊത്തത്തിലൊന്ന് കുളിപ്പിച്ചെടുക്കുമല്ലേ? അതെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പരിപാടി കഴിഞ്ഞ് ഒരു മണിക്കൂറിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇറങ്ങണം. എല്ലാവരും റെഡിയാകാൻ വേണ്ടി പോയിക്കുകയാണ്. അപ്പോൾ യുവിയും ഞാനും കൂടെ ചില്ലിങ് ആണ് ഈ ടൈമിൽ ഇവിടെ അല്ലേ? ചില്ലിങ് ആണ് ഇവിടെ. രാവിലെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ശ്രമമാണ്. ആസ് യൂഷ്വൽ പ്രതു അടുക്കളയിൽ കയറിയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എപ്പോൾ പോകുകയാണെന്നുണ്ടെങ്കിലും പ്രതുവിന്റെ ഉത്തരവാദിത്തമാണ്. അതിങ്ങനെ ചെറിയ ഗ്യാങ് വലിയ ഗ്യാങ് ഒന്നുമില്ല. അതിങ്ങനെ നമ്മൾ പോകുമ്പോൾ മാത്രമല്ല കേട്ടോ, നമ്മൾ എല്ലാവരും കൂടെ പോകുമ്പോഴും പ്രതു തന്നെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാറ്. പ്രതു 1 മിനിറ്റ് പോരെ വിഷ്ണു വിളിക്കുന്നുണ്ട്. ഗീതു 1-2 കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസമല്ലേ ലൈഫില്? അപ്പൊ പിന്നെ വ്യത്യാസം അറിയില്ലേ? ഇന്ന് ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കണം. കുളിപ്പിക്കലും ഭക്ഷണം കൊടുക്കലും നമ്മൾ ഡ്രസ് ചെയ്യലും സമയത്ത് ഇറങ്ങലും എല്ലാം കൂടെ എളുപ്പല്ല. വിചാരിച്ചത്ര എളുപ്പമില്ല. ഞാനും ഗീതും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഗീതുന്റെ ഡ്രസ്സ് നല്ല രസമുണ്ട് കേട്ടോ. ഞാനൊരു സാധാ ജീൻസും ടോപ്പും ആണ് എടുത്ത്. ഈ ജീൻസ് പക്ഷെ നല്ലതല്ലോ, നല്ല ജീൻസ്. ഇത് പുളമ്പിയറാണത്. ഇത് സാറ നല്ല രസമുണ്ട്. ഇപ്പൊ ഭയങ്കര ട്രെൻഡിലുണ്ട്. നീ ചേച്ചി പറഞ്ഞ അങ്ങനെയാണ്, ഭയങ്കര ട്രെൻഡിങ് ആണ്. ഗീതുന്റെ ഡ്രസ്സ് ഇത് എനിക്ക് ഷാരി വിട്ടിട്ടുണ്ട്. നമ്മൾക്ക് അതാണ് സ്റ്റൈൽ. ഗീതുന്റെ ഡ്രസ്സ് ഗീതുന്റെ യൂഷ്വൽ സ്റ്റൈൽ എല്ലാവരും പോലെ ഊരിയാണെങ്കിൽ ഞാനിടാന്ന് വിചാരിച്ചായിരുന്നു. ഒന്നുമില്ല, എനിക്ക് ഭാഗ്യമായിരിക്കും. എല്ലാവരും റെഡിയായി. വിഷ്ണുവിനൊരു സർപ്രൈസ് കേക്ക് നമ്മൾ രാവിലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. യുവി പിന്നെ ഉറങ്ങി. അപ്പോൾ യുവിനെ സൈഡിൽ വെച്ചിട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. നല്ല രസമുള്ളൊരു കേക്ക്, ചോക്ലേറ്റും ഓറിയോയും വരുന്ന കേക്കാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫൈനലി എനിക്ക് കേക്ക് കിട്ടി. അയ്യോ എന്ത് ചിറ്റാ. ഇന്നലെ ഒരു വിഷയത്തെ ക്ഷീണം മാറിയിട്ടില്ല. ഞാനെന്റെ കുടുംബം എന്റെ പുള്ളികളി നല്ല രസമുള്ള വിഷ്ണുന്നൊക്കെ എഴുതിട്ടുണ്ടായിരുന്നു. വായിച്ചു നക്കി തന്നത്. കേക്ക് കേട്ടോ അല്ലേ? അകത്ത് ഓറിയോ. ഞാൻ ചോദിക്കാൻ പറ്റുന്നു പ്രൈസ് ഒക്കെ എങ്ങനെയാണ്? €20.
യുവാഞ്ച് ഉറക്കത്തുനിന്ന് എണീറ്റ് ഒരു ചെറിയ വിഷമത്തിലാണ്. നമ്മളെല്ലാരും റെഡിയായി ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഓ എന്തൊക്കെ ഒന്ന് എടുക്കണല്ലേ. ഇത് പിന്നെ എടുക്കാൻ മറന്നു. ഇത് ഇവന്റെ കുറച്ച് ടോയ്സും ടീച്ചറും ഒക്കെയാണ്. അതും കൂടെ എടുത്ത് നമ്മൾ ഇറങ്ങുകയാണ്. ഇപ്പൊ എങ്ങനെ ഇരിക്കണം? ഇറങ്ങും കയറും ഇറങ്ങും കയറും ഇറങ്ങും കയറും. ആ കളി ഒരു 10,000 തവണ കളിച്ച് ഞങ്ങൾ അങ്ങനെ അക്രോപോളിസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. എന്റെ മോനെ 1 മണിക്കൂർ നേരത്തെ ഇറങ്ങണം പറഞ്ഞില്ലേ. ഇനി ശേഷം ഞാൻ 3ാമത്തെ മണിക്കൂറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതെങ്ങടെ ഇവിടെ അതല്ലേ ഡോറ്. കാർ പാർക്കിംഗ് ഒരു നിഗൂഢമായ സ്ഥലത്താണ് കേട്ടോ. യുവിനെ ഇന്ന് കാണാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ഒരു ഡെനിം ജാക്കറ്റും പിന്നെ ഒരു വൈറ്റ് ടീഷർട്ടും ഒരു ജീൻസും അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡെനിം ക്യാപ്പും ഒക്കെ വെച്ചിട്ട്. പക്ഷേ അതിലൊരു ഫോട്ടോ പോലും എടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായില്ല. അതിന് മുന്നേ അവൻ ചെറുതായിട്ടൊന്ന് കക്കി. ഒരു പേർ എക്സ്ട്രാ ഡ്രസ്സ് നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഉള്ളിലിടാനുള്ള റോംബർ ഉണ്ടായിരുന്നില്ല. മ്യൂസിയത്തിന്റെ മുന്നേ വേറൊരു വിസിറ്റ് ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഒരു ബേബി ഷോപ്പിൽ വന്നിരിക്കുക കേട്ടോ. ഇവിടെ വന്നിട്ട് ഒരു ബേബി ഷോപ്പ് കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം വേണ്ട. നല്ല ഭംഗിയുടെ പക്ഷെ അറേഞ്ച് ചെയ്ത് വെച്ച് കാണാൻ കേട്ടോ. യുവി വരുന്ന വഴിക്ക് ചെറുതായിട്ടൊന്ന് കക്കി. അപ്പോൾ ഡ്രസ്സിൽ ഫുള്ള് ഇതായി. നമ്മളൊരു സ്ലീപ്പ് സ്യൂട്ടാണ് എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നറൊന്നുമില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ ഒരു ഇന്നറൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നു. കണ്ടോ നല്ല ഭംഗിയുണ്ട് അവർ പുറത്തൊക്കെ വെച്ചിരിക്കുന്നത് കാണാൻ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അവനൊരു ഇന്നറും പിന്നെ ഒരു സ്പൂണ് നമ്മൾ എടുക്കാൻ പറഞ്ഞു. നമ്മൾ അവിടുന്ന് ഡ്രസ്സ് വാങ്ങി ഇറങ്ങി കേട്ടോ. ഒരു പേര് ഡ്രസ്സ് വാങ്ങി ഇറങ്ങി. പക്ഷെ നല്ല റേറ്റ് ഡിഫറൻസ് ഉണ്ട്. ഭയങ്കര എല്ലാം വിലക്കുറവാണെങ്കിലും പിള്ളേരുടെ കാരണം ഒരു റോംബറിന് നമുക്ക് 20 യൂറോസിന്റെ അടുത്തായിട്ടുണ്ടായിരുന്നു. ഒരു റോംബർ അല്ലേ 25 വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് വീട്ടിൽ തിരിച്ചു പോയിട്ട് വരാനുള്ള സമയമില്ല. പിന്നെ ആകെ നമുക്ക് 2 ദിവസം കൂടെ അല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ ഇന്ന് യുവി ഓക്കെയാണ്. ചെറുതായിട്ടൊന്ന് കക്കുകയും ചെയ്തു. പക്ഷെ കക്കിയത് മുഴുവൻ ഡ്രസ്സിന്റെ മുകളിലായി പോയി. അപ്പം അതുകൊണ്ട് നമ്മള് ഇനി മ്യൂസിയത്തിലോട്ട് പോവാണ്. ബിബിമോനാണോ? ബിബിമോൻ ഹാപ്പിയാണോ? ഇതാ എന്താണ് ആലോചിച്ചിരിക്കുന്നത്? നിനക്ക് ഇത്ര ആലോചിച്ചായിട്ടില്ല. ഇവിടെ എത്രയാണ് മരങ്ങളുടെ മുകളിൽ നമുക്ക് ഇങ്ങനെ ഓറഞ്ച് കാണാൻ പറ്റുകയെന്ന് അറിയോ? കുറെ റോഡ് സൈഡിലുള്ള മരങ്ങളുടെ മുകളിലൊക്കെ ഇഷ്ടംപോലെ ഓറഞ്ചാണ്. നമ്മൾ ഒരു 5 മിനിറ്റിൽ നമ്മൾ അക്രോപോളിസ് മ്യൂസിയത്തിലെത്തും. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ അക്രോപോളിസിലോട്ട് പോകുന്നത്. ഫൈനലി നമ്മളിവിടെ അക്രോപോളിസ് എത്തി. എത്ര നേരമായി അക്രോപോളിസ് പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മ്യൂസിയം. ഇതാണ് അക്രോപോളിസ്. അപ്പോൾ മ്യൂസിയത്തിൽ ഭയങ്കര തിരക്കാണ് കാണാനുള്ളത് കേട്ടോ. ഇവിടെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മ്യൂസിയമാണ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരികയാണ് നല്ലത്. പ്രതു എനിക്ക് തോന്നുന്നു പുറത്ത് കാണുന്ന അത്ര തിരക്കില്ല അകത്തുനിന്ന്. അപ്പൊ വേണമെങ്കിൽ നമ്മൾ പോയി നോക്കിയിട്ട് വരാം. നോക്കി ഇവിടെ കണ്ടു. ഇവിടെ ഓറഞ്ച് ഇവിടെ ഇഷ്ടം പോലെ ഉള്ളത് ഓറഞ്ചാണ്. കണ്ടോ? വീട്ടിൽ ഓറഞ്ച് എംബസിയാണ്. അപ്പോ പോളി വായി നോക്കാം. പ്രതുവിന്റെ ക്ലാസ്സാ. ഞാൻ ഇന്നേ വരെ ഇങ്ങനത്തെ ഷെയ്ഡ് എടുത്തിട്ടില്ല. കൊള്ളാലേ? ഞാനും എടുത്തിട്ടില്ല ഇതുവരെ. എനിക്കിത് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സൈക്ലിംഗ് ഫീൽ വരും. സൈക്ലിസ്റ്റിന്റെ ഒക്കെ അവർ വെക്കുന്ന ഗ്ലാസ് ഇങ്ങനെയല്ലേ ഉണ്ടാവാറ് അല്ലേ? ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടേ നമ്മള് ഇങ്ങനെ കാണാറില്ലേ? വെക്കേഷൻസ് എടുത്ത ഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട്. യുവിക്ക് ഭയങ്കര അടിപൊളി ഡ്രസ്സൊക്കെ ഞാൻ സെറ്റ് ചെയ്തായിരുന്നു. ഇറങ്ങാൻ നേരത്തെ വിഷ്ണു പറയുന്നത് ഋതിക് റോഷൻ പോലെ ഇറങ്ങിയതായിരുന്നു. മറ്റേ അതിന് മാച്ചിങ് ആയിട്ടുള്ള ക്യാപ്പും സൺഗ്ലാസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എന്തായി? നമ്മള് വീട്ടിലിടുന്ന പൈജാമയ്ക്ക് പറഞ്ഞത് ഞാൻ സ്റ്റിൽ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു കടയിൽ പോകുമ്പോൾ നമുക്ക് നല്ല എന്തെങ്കിലും കിട്ടുന്നുള്ളത്. പക്ഷെ അതൊരു ഗിഫ്റ്റ് ഷോപ്പ് പോലത്തെ ഷോപ്പായിരുന്നു. അപ്പൊ അവിടെ കൂടുതൽ ഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഋതിക് റോഷന്റെ ഇപ്പൊ സ്ട്രോളറിൽ റോംബറോട്ടിരിക്കുന്നുണ്ട്. പുതിയ സൺഗ്ലാസ് ആണ് കേട്ടോ. കേമായിരിക്കണം. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വന്നിരിക്കുകയാണ്. ഒരാൾക്ക് 20 യൂറോ ആണ് ടിക്കറ്റിന് വരുന്നത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ നടന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ മാത്രമുള്ള ഒരു മ്യൂസിയം ആണെന്നാണ് മനസ്സിലാവുന്നത്. മ്യൂസിയം കണ്ടിട്ട് അത് കാണാൻ പോയാൽ കുറച്ചുകൂടി മനസ്സിലാവുന്നതാണ് പ്രതു പറയുന്നത്. അപ്പം ഞാനും ഇഷ്ടം ഒറ്റയ്ക്കാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഫസ്റ്റ് ഇവിടെ വരില്ലായിരുന്നു. ഫസ്റ്റ് നല്ല ഇവിടെ വരികയില്ലായിരുന്നു. നേരെ നമ്മൾ അക്രോപോളിസ് കാണാൻ പോയിരുന്നു.
ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഈ ഒരു മ്യൂസിയത്തിൻ്റെ താഴെ ഈ കാണുന്ന പോർഷനിലെ ഇത് മുന്നത്തെ കാലത്തൊരു സിറ്റി ആയിരുന്നു. അത് കാണാൻ വേണ്ടി കുറച്ച് ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോയില്ല. നമ്മൾ നേരെ പോയത് മ്യൂസിയം കാണാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. കുറച്ചും കൂടി ഇതിൽ താല്പര്യം കൂടുതൽ പ്രദൂനാണ് കേട്ടോ. കാരണം പ്രദൂന് കുറച്ചും കൂടെ ഹിസ്റ്ററിയൊക്കെ, കുറച്ചല്ല നന്നായിട്ട് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതൊക്കെ അറിയുന്ന ആൾക്കാർക്ക് കാണാൻ വേണ്ടി കുറച്ചും കൂടി ഒരു താല്പര്യം തോന്നുമല്ലോ. പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതിൽ ഹിസ്റ്ററിയിലും ഒക്കെ കാര്യങ്ങളിലും താല്പര്യം വിഷ്ണുവിനാണ്. ഒക്കെ എടുത്തു. ഒരു സ്ഥലത്ത് മാത്രമേ ഇവിടെ വീഡിയോ എടുക്കാൻ പാടാത്തുള്ളൂ. ബാക്കി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റും. ഓഡിയോ ഗൈഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ കയറാം. കമ്പൈൻ സ്റ്റഡിക്ക് താങ്കളുടെ ഭർത്താവ് അത് അവിടെ നിൽക്കുന്നു. ചോദിച്ചു പോയി പറഞ്ഞില്ല തന്നെ കണ്ടുപിടിക്കാൻ മറ്റേ ഫസ്റ്റ് ബെഞ്ചർ പറഞ്ഞില്ല. ഈ ഒരു മ്യൂസിയത്തിൽ എക്രോപോളിസ് ഏരിയയിൽ നിന്ന് കിട്ടിയിട്ടുള്ള സ്കൾപ്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് പ്രിസർവ് ചെയ്യാന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2000 വർഷങ്ങളോളം പഴക്കമുള്ള സ്കൾപ്ചേഴ്സൊക്കെയാണ് കേട്ടോ. 10,000-2000 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഏതൻസിലെ എക്രോപോളിസും അതിനോട് ചുറ്റുമുള്ള ഏരിയയാണ് അവരിങ്ങനെ ഒരു മിനി വേർഷനായിട്ട് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു 2000 വർഷം മുന്നേയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് സ്ട്രോങ് ആയിരിക്കുമല്ലോ അന്നത്തേക്കൊരു വർക്ക്. എനിക്ക് ഈ പണ്ട് തന്നെ ഹിസ്റ്ററീനെ പറ്റിയിട്ട് അങ്ങനെ വലിയ നോളേജോ അല്ലെങ്കിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഈ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കുന്നു പറയില്ലേ, അതുപോലെയാണ്. വിഷ്ണുവിന് കുറച്ചൊക്കെ ഹിസ്റ്ററി ഇഷ്ടമാണ്. പിന്നെ പ്രദൂനാണ് ആക്ച്വലി ഇതിനെ പറ്റിയിട്ട് ഭയങ്കര അറിവും ഇതിനൊക്കെ പറ്റി കൂടുതൽ അറിയാനുള്ള ഭയങ്കര താല്പര്യമുള്ളത്. അപ്പോൾ പിന്നെ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഒരു നോളേജ് നമുക്കും വരുമല്ലോ. അന്ന് ഇത്രയും നേരം നടന്നതിൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇവിടുത്തെ ചെക്കന്മാർ കൊള്ളാം അല്ലേ? നല്ല നമുക്ക് നാട്ടില് ഋത്തിക് റോഷൻ എന്നൊക്കെ പറയുന്ന പോലെ അതുപോലെയെന്നില്ല, പക്ഷെ പുള്ളിയൊക്കെ അത്രയും ഗ്രൂംഡ് ആയിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ ഇങ്ങനെ റാൻഡംലി കാണുന്ന ആൾക്കാർക്കൊക്കെ അതേ ചായ. അതവിടെ നിൽക്കട്ടെ. ഈ കാണുന്ന സ്കൾപ്ചേഴ്സൊക്കെ അല്ലേ, ഇത് ടെമ്പിളിൻ്റെ റൂഫ് സപ്പോർട്ട് ചെയ്യാനുള്ള തൂണുകളായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിൽ നോക്കിയാൽ അറിയാം ഓരോ ആൾക്കാരുടെയും മുടിയുടെ ഷേപ്പ് വരെ വ്യത്യാസമുണ്ട്. പക്ഷെ അതന്ന് അവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അത്രയും ഒരു എന്താ പറയുക സപ്പോർട്ട് ബാലൻസ് ചെയ്യേണ്ട രീതിയിലായിരുന്നു എന്നുള്ളതാണ് ഇവിടുന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ടെമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളിനി പോകാൻ പോകുന്ന എക്രോപോളിസിൽ ഗോഡസ് ഓഫ് വാർ, ഗ്രീക്ക് ഗോഡസ് അത്തീനയ്ക്ക് വേണ്ടിയിട്ട്, അങ്ങനെ തന്നെ പ്രൊനൗൺസ് ചെയ്യാൻ തോന്നുന്നു, ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു. ആ ടെമ്പിളിൻ്റെ റൂഫുകൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാ തൂണിന് പകരമാണ് ഇങ്ങനെ അവർ തൂണ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞു വന്നത് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് റെസ്റ്റോറൻറ്റിൽ കയറി സ്നാക്സ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. പ്രതു മുഴുവൻ നടന്ന് കണ്ടുവരട്ടെ. പിന്നെ ഞാൻ അവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ ഇവിടെ അലൗഡ് ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കുമായിരുന്നു. പിന്നെ ഞാൻ തുടക്കത്തിൽ വിചാരിച്ചു വർത്താനം പറഞ്ഞും കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാം എന്നാൽ അപ്പം എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ പറഞ്ഞു പോകാമെന്ന്. പക്ഷെ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും നമ്മൾ മ്യൂസിയത്തിൻ്റെ അവിടെ സംസാരിക്കാൻ പാടില്ല ക്യാമറയിൽ എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ബഹളം ഉണ്ടാവും എന്നുള്ളതുകൊണ്ടായിരിക്കാം. പക്ഷെ ആൾക്കാരെല്ലാം നല്ലോണം ഉറക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റൂൾ എന്നുള്ളത്. പക്ഷേ എല്ലാ റൂളും നമുക്ക് മനസ്സിലാവേണ്ട ആവശ്യമില്ല. നമ്മൾ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ റൂൾ നമ്മൾ ഫോളോ ചെയ്യാനുള്ളത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് അത് അവസാനിപ്പിച്ചു. നമ്മൾ കൂടുതൽ മനസ്സിലാക്കിയ കാര്യം വോയിസ് ഓവർ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. യെസ്, അപ്പോൾ നമ്മളിവിടെ എക്രോപോളിസ് കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് കഴിക്കണം. ഇപ്പോഴും കുട്ടിക്കൊന്ന് സന്തോഷമായത്. കുട്ടി രാവിലെ തൊട്ട് എത്ര മണി ഡ്രസ്സ് മാറുന്ന അറിയോ? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒന്ന്, കാറുന്ന ഒന്ന്, മ്യൂസിയത്തിൽ വേറെ ഒന്ന്. പുള്ളി പല ആക്ടറാണ്. നമ്മൾ ഇത്ര നേരം എക്രോപോളിസ് പറഞ്ഞിരുന്നെങ്കിലും എന്താണ് ഈ എക്രോപോളിസ് നമുക്ക് മ്യൂസിയത്തിൻ്റെ അകത്താണ് മനസ്സിലായത്. അതായത് ഗ്രീസിൻ്റെ എല്ലാ സിറ്റിയിലും കളിയാക്കും എനിക്കൊരു സംശയം അല്ലല്ല ഗ്രീസിൻ്റെ എല്ലാ സിറ്റിയിലും ഒരു ഹിൽ ടോപ്പ്, അതായത് കുറച്ച് പൊക്കത്തിലുള്ള ഒരു സ്ഥലം ഉണ്ടായിരിക്കും. അതിനെയാണ് അവർ എക്രോപോളിസ് എന്ന് പറയുന്നത്. അവരുടെ ടെമ്പിൾ, അതേപോലെ തന്നെ എന്താ പറയുക, ടെക്നോ പാർക്കോ, അങ്ങനെയാണ് ടെക്നോപോളിസ് ഉണ്ടായത്. ഇതാണ് ഞാൻ സീരിയസ് ആയിട്ട് കാര്യം പറയുന്നത്. പക്ഷെ ഇത് പറയട്ടെ, ഓക്കെ? ഞാൻ പറയുന്നതിന് എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തോളൂ കേട്ടോ.
അക്രോപോളിസ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീസിൽ എല്ലാ സിറ്റീസിലും ഉയർന്ന ഒരു പ്രദേശം ഉണ്ടായിരിക്കുമല്ലോ, ഹിൽ ടോപ്പ്. ആ ഏരിയനാണ് അക്രോപോളിസ് എന്ന് പറയുന്നത്. ഏതൻസിന്റെ എല്ലാം ഉയർന്ന പ്രദേശം. എനിക്ക് സ്ട്രെസ് ആവണം കേട്ടോ നിങ്ങള്. എനിക്ക് ഭയങ്കര സ്ട്രെസ് തരുന്ന ഇവർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പറ്റുന്നില്ല. അക്രോപോളിസ് എന്ന് പറയുമ്പോൾ മുകളിലുള്ള ഒരു സിറ്റി, അത്രേ ഉള്ളൂ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അത് എല്ലാ സിറ്റികളിലും അങ്ങനെ മുകളിലുള്ള ഒരു സിറ്റി ഉണ്ടാവും, അതിനെയാണ് അക്രോപോളിസ് പറയുന്നത്. ഏതൻസിന്റെ അക്രോപോളിസിനെയാണ് അക്രോപോളിസ് ഓഫ്. എനിക്ക് സ്ട്രെസ് തരുന്ന ആൾക്കാർ ഒഴിവാക്കിയിട്ട് ഗീതുവിനെ വെച്ച് മാത്രം ഗീതുവും പോയി. അപ്പൊ എനിക്ക് ഈസി ആയിട്ട് പറയാം. അക്രോപോളിസ് എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ സിറ്റി. അവിടെ നമ്മുടെ ഒരു സിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഡിഫൻസ്, അതേപോലെ തന്നെ ടെമ്പിൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് സിറ്റി മാനേജ് ചെയ്യുന്ന ഒരു കാര്യമായിട്ടുള്ള ഒരു സ്ഥലത്തിനെയാണ് അക്രോപോളിസ് എന്ന് പറയുന്നത്. ഏതൻസിൻ്റെ അക്രോപോളിസിലോട്ടാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അക്രോപോളിസ് ഓഫ് ഏതൻസ്. നമുക്ക് അക്രോപോളിസിൻ്റെ മുകളിലോട്ട് സ്റ്റെപ്പ് വഴിയും അതേപോലെ സ്ട്രോളർ വേണമെന്നുണ്ടെങ്കിൽ സ്ട്രോളർ കൊണ്ടുപോകാൻ വേണ്ടി റാമ്പുള്ള വഴിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതുവഴി പോകാൻ പറ്റാത്തത് കാരണം നമ്മൾ റാമ്പുള്ള വഴിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസം നടക്കാനല്ലേ, നല്ല വെതർ, അധികം തണുപ്പില്ല, നല്ല രസം നടക്കാൻ. നമുക്ക് 15 മിനിറ്റ് വാക്കൗട്ടോ വരുന്നത്. ഇത് യുവിക്കൊരു യാത്ര തന്നെ ആയിരിക്കും. കിട്ടി 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 കിട്ട് പ്രത് പറയായിരുന്നു സ്ട്രോളർ കോസ്റ്റർ അല്ലേ? ആ, ഹംപി കഥ. ഞാൻ വെറുതെ ഒരു കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഹംപിയിൽ പോയൊരു കഥ. അപ്പോൾ കഥ ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. 4:30 നമുക്ക് ഈ ഒരു പോയിന്റ് വരെ മാത്രമാണ് നമുക്ക് സ്ട്രോളർ കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ വിഷ്ണു പ്രതും കൂടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. 4:30 വരെ ടിക്കറ്റ് ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലായത്. ടിക്കറ്റ് കിട്ടിയാൽ നമ്മൾ മുകളിൽ പോവും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ പോവും, അടുത്ത സിറ്റി പോവും. നമ്മളോടെ കളി. നല്ല രസമല്ലേ ഈ ഒരു സ്ഥലം. ഇത് നമ്മൾ സ്ട്രോളർ വെക്കാൻ വേണ്ടി വന്നപ്പോൾ കണ്ടതാട്ടോ. ചെറിയൊരു എന്താ പറയാ, റോക്ക് ക്ലൈമ്പിംഗ് എന്ന് പറയാൻ പറ്റില്ല, മറ്റേ ഗെയിം കളിക്കുന്ന റോക്ക് ക്ലൈമ്പിംഗ് റിയൽ ലൈഫ് വെർഷൻ. പക്ഷെ നല്ല രസമുണ്ട്. പക്ഷെ ഇവന്റെ കയ്യിലുള്ളതുകൊണ്ടേ നമുക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീൽ ഉണ്ടാവും മുകളിൽ പോയി കഴിഞ്ഞാൽ. ടോപ്പ് നമുക്ക് സിറ്റി, ആ സൈഡിൽ സിറ്റി ഉണ്ടല്ലോ, ശരിയാ. അപ്പൊ അത് ഫുള്ള് കാണാൻ പറ്റുമായിരിക്കും. ആൾക്കാരൊക്കെ അവിടെ നിന്നിട്ട് നന്നായിട്ട് വൈബ് ചെയ്യുന്നുണ്ട്. ബാഗ് എടുത്തിട്ട് കയറാം. ഓൺ എ സെക്കൻഡ് തോട്ട്, റോക്കിന്റെ ഇടയ്ക്ക് പോയിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ വീണ് കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. കയ്യില് കുട്ടി, അതുകൊണ്ട് വിഷ്ണു കൊച്ചിനെ എടുത്തോണ്ടിരിക്കട്ടെ, നമുക്ക് പോയി നമുക്കതിന്റെ മുകളിലോട്ട് പോകാൻ പറ്റിയില്ല, കാരണം ബന്ദ് ഹോ ഗയ. നമ്മളിവിടെ താഴെ കുറച്ചു നേരം ചില്ല് ചെയ്യാന്ന് വിചാരിച്ചു. പ്രതുവും ഗീതും കൂടെ മുകളിലോട്ട് പോയിട്ടുണ്ട്. അവരുടെ ക്ലൈംബിങ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ക്ലൈംബ് ചെയ്യാൻ പോകും. നേരത്തെ പറഞ്ഞതുപോലെ 4:30 വരെയാണ് നമുക്ക് അക്രോപോളിസിലോട്ട് പോകാനുള്ള ടിക്കറ്റ് കിട്ടുള്ളൂ. അതിന്റെ ഒപ്പം 5 മണി വരെയാണ് നമുക്ക് അവിടെ നിൽക്കാനും പറ്റുള്ളൂ. അതുകൊണ്ട് ഇന്ന് എന്തായാലും നമുക്ക് അക്രോപോളിസ് കാണാൻ പറ്റില്ല. ഞങ്ങൾ ഇനി മുകളിൽ കയറിയിട്ട് വരാം. എന്തൊരു ചിരിയൊക്കെ. എക്സൈറ്റഡ് ആണോ എന്റെ ഒപ്പം പാറ ക്ലൈംബ് ചെയ്യാൻ? ഓ, ഇത് സംഭവം വ്യൂ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫുൾ ഏതൻസ് സിറ്റി ഇതേ ഇവിടുന്ന് കാണാൻ പറ്റും. അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതിനേക്കാളും മുകളിലാണ് അക്രോപോളിസ് വരുന്നത്, കണ്ടോ? അപ്പോൾ അവിടുന്ന് കുറച്ചും കൂടി ടോപ്പ് വ്യൂ കിട്ടുമായിരിക്കും. അടിപൊളി. ഇവിടുത്തെ പാറയുണ്ടല്ലോ, പക്ഷെ കുറച്ചൊരു സ്ലിപ്പറിയാണ്. ഞാൻ 2 തവണ മോന്തിയും കുത്തി വീഴാൻ വേണ്ടി പോയി. ഇതാരൊക്കെ കുത്തി വീണതിൻ്റെ പാടുകളാണ് തോന്നുന്നു. ഓ, എനിക്ക് യൂറോപ്പിൽ ഒട്ടുമിക്ക സിറ്റികൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സമയത്തും ഞാൻ മുന്നേ വ്ളോഗുകളിൽ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ തോന്നിയിട്ടുള്ളതെന്ന്. പക്ഷേ ഇവിടെ ഏതൻസിൽ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. 10,000-2000 വർഷങ്ങൾക്ക് മുന്നേ നടന്നിരുന്ന കാര്യങ്ങളും അപ്പത്തെ അവരുടെ നല്ല സ്ട്രോങ് മെൻറ്റാലിറ്റിയും അതിനുശേഷം വന്ന മാറ്റങ്ങളും ഇതെല്ലാം എനിക്ക് കുറച്ചും കൂടി ഒരു പുതുമ തോന്നിച്ചൊരു കാര്യങ്ങളായിരുന്നു കേട്ടോ. ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവും എനിക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ബലമായ സംശയം, മുകളിലുള്ളത് പാറയല്ല, അത് മാർബിളാണ്. കാരണം ചവിട്ടുമ്പോൾ ഭയങ്കരമായിട്ട് വഴിക്ക് വീഴാൻ വേണ്ടി പോകണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് മിസ്സാണ് 4-5 വീഴ്ച. മുകളിൽ മാർബിളല്ലേ, പാറയല്ലല്ലോ. ഭയങ്കര സ്ലിപ്പറി ആയിട്ടുണ്ട്. ഇങ്ങനെ കഴിച്ചില്ലേതാ. വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ ഒരു ബേബി കാരിയർ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട്, എവിടുന്നാ വാങ്ങി, ഏതാ ബ്രാൻഡ് എന്നൊക്കെ. ഇത് നമ്മൾ ആംസ്റ്റർഡാമിൽ തന്നെയുള്ള ഒരു ബേബി
ഡംബോ അയ്യോ ബേബി പാർക്ക് ബേബി പാർക്ക് എന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ ഫ്ലൈ ബേബി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് ഈ ഒരു കാരിയർ വരുന്നത്. വിഷ്ണു കുറച്ച് റിസർച്ചൊക്കെ നടത്തിയിരുന്നു കേട്ടോ. അതായത് കുട്ടീനെ എടുക്കുന്ന സമയത്ത് കുട്ടിയുടെ ഹിപ്പും ഡിസ്കിനും പ്രശ്നം വരരുത്, നമ്മുടേനും പ്രശ്നം വരരുത്. അങ്ങനെ 2 എണ്ണമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് എർഗോ ബേബി, പിന്നെ ഒന്ന് ഫ്ലൈ ബേബി. അപ്പോൾ ഇതിൽ ഫ്ലൈ ബേബിയാണ് നമ്മൾ അവസാനം വാങ്ങിയത്. ഇതൊട്ടും നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യില്ല. ഞാനത് പറഞ്ഞപ്പോൾ ഗീതു വിചാരിച്ചിരുന്നത് ഞാൻ തള്ളുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒട്ടും അറിയില്ലല്ലോ വെയിറ്റ്. ഭയങ്കര സുഖം എടുക്കാനായിട്ട്. നമുക്കൊരു ഫീല് കിട്ടുന്നേ ഇല്ല അങ്ങനെ ഒരു വെയിറ്റ് നമ്മൾ എടുക്കുമ്പോൾ പിന്നെയും കുറച്ച് നമുക്ക് കയ്യിലൊക്കെ തോന്നി. ഇത് ഒട്ടും തോന്നില്ല. ഭയങ്കര ഇത് ഒറ്റ മെറ്റീരിയലാണ് ഈ ഫുൾ ക്ലോത്ത് വരുന്നത്. അപ്പോൾ ഇത് കുട്ടി വളരുന്നതിൻ്റെ ഒപ്പം നമുക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇതിൽ 12 kgs വരെ എടുക്കാൻ പറ്റുക. പക്ഷെ ഇന്നൊരു പ്രശ്നം പറ്റി. നമ്മുടെ ഇന്ന് കുറച്ച് പോംഗ്രനേറ്റിൻ്റെ ജ്യൂസ് ഇവിടെ ആയിപ്പോയി. ഈ 12 കിലോ എന്ന് പറയുമ്പോൾ എത്ര മാസം വരുമ്പോൾ 1 year പോവോ? ഇപ്പം അവന് 8 അല്ലേ? 1 year പോവോ? 1 year എത്തുണ്ടായിരിക്കും. നടന്നു തുടങ്ങിയപ്പോൾ നടക്കുക. ഉറങ്ങിയോ പാവം? യുവിക്ക് എന്ത് എക്രോപോളിസ് രാവിലെ തൊട്ട്. പക്ഷെ ഭയങ്കര കോപ്പറേറ്റീവ് ആട്ടോ. ഭയങ്കര ഇത്ര നല്ല കുട്ടിയില്ല. ഇന്നലെ ഫ്ലൈറ്റിലൊക്കെ തന്നെ ഒരു പ്രശ്നവും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ 4 മണിക്ക് എണിപ്പിച്ച് അവൻ്റെ ഒരു ടൈം ഡിസ്റ്റർബ് ആയതിൻ്റെ അവനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ അവൻ എക്സ്പ്രസ് ചെയ്യുന്ന വളരെ ലിമിറ്റഡ് ആണ്. പിന്നെ അവൻ ഇന്നും ഒക്കെ അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഇന്ന് ലേറ്റ് ആക്കി തയ്ച്ചു. യുവി നേരത്തെ റെഡി ആയിരുന്നു. യുവി പിന്നെ ഒറ്റയ്ക്ക് എണീറ്റ് രാവിലെ കുളിച്ച് റെഡിയായി കുറേ തൊട്ട് സോഫയിൽ വന്നിരുന്നാണല്ലോ കേട്ടോ. അതൊക്കെ യുവിയുടെ അച്ഛൻ ചെയ്തു. പിന്നെ യുവിയുടെ അച്ഛൻ ചെയ്തു. ശരിക്കും നമ്മൾ ഈ നടക്കുന്ന ഈ ഒരു റാമ്പ് ഉണ്ടല്ലോ, നല്ല അടിപൊളി റോഡ്, ഭയങ്കര നീറ്റാക്കി വെച്ചിട്ടുണ്ട് സൈഡിലും എല്ലാ സ്ഥലങ്ങളിലും. പിന്നെ നല്ല പോളിഷ് ചെയ്ത് നല്ല അടിപൊളി വെച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ കയറിയപ്പോൾ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. സൺലൈറ്റ് ഒക്കെ വന്നിട്ട് ഫുൾ മറ്റേ ഗ്ലെയർ അടിച്ച് കുറച്ചും കൂടെ രസമുണ്ട്. അടിപൊളി. നമ്മൾ ഇന്ന് വൈകുന്നേരം വിഷ്ണുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു ഡിന്നർ പോകാമെന്നാണല്ലോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് നമ്മൾ ക്യാൻസൽ ചെയ്തു. എൻ്റെ ഐറ്റിനറി എന്തുകൊണ്ട് ശരിക്കും ക്യാൻസൽ ചെയ്തേ? കാരണം ഇപ്പൊ ഇവിടുന്ന് പോയിട്ട് പിന്നെ നമുക്ക് റെഡി ആയിട്ട് പിന്നെ കുറച്ച് ഫൈൻ ഡൈനിങ് പോകാന്നാണല്ലോ വിചാരിച്ചത്. പക്ഷെ ഫൈൻ ഡൈനിങ് പോകാനായിട്ടുള്ള ഒരു കോലത്തിൽ ഇപ്പൊ ആരുമില്ല. നിങ്ങൾ ഉറപ്പാണോ നിങ്ങൾ ഫൈൻ ഡൈനിങ്? അവിടെ മുകളിൽ കണ്ടോ, അവിടെ ഉണ്ട് സംഗതി. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മളിനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ഒരു സിറ്റി സെൻറ്റർ ഉണ്ട്. ചെറിയ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ നടക്കുന്നു, സൊവനീറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തൊക്കെ പ്രത്യേകത ഉണ്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ട് പറയുന്നതായിരിക്കും. അതെ. വേറൊരു കാര്യം കൂടെ പറയാൻ കേട്ടോ, ഈ ഫ്ലൈ ബേബിയിൽ നമുക്ക് കുട്ടീനെ ഫ്രണ്ടിലോട്ട് തിരിച്ചു വെക്കാൻ പറ്റില്ല, ബാക്കിലോട്ട് മാത്രമേ പറ്റുള്ളൂ. അത് ഇതിൻ്റെ ഒരു വലിയ ഉറങ്ങാനും ഇങ്ങനെയൊക്കെ. പക്ഷെ ഇതിലെടുത്താൽ പെട്ടെന്ന് ഉറങ്ങും. ഇപ്പൊ സ്ട്രോളറിൽ എത്തുമ്പോഴേ അവന് കുറച്ചും കൂടെ എക്സ്പ്ലോറിങ് കൂടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഉറക്കം കുറവാണ്. ഇതെടുത്തുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് ഉറങ്ങാറുണ്ട്. കഥ പറയണമെങ്കിൽ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും. സിറ്റി സെന്ററിൽ എത്തുന്നവർ 8 മിനിറ്റ് ഉണ്ട് അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൽക്കാലം ഇത് ഇവിടെ ലൈൻ കട്ട്, എന്നിട്ട് നമുക്ക് സിറ്റി സെന്ററിലൂടെ എത്തി നമുക്ക് ലൈൻ തുടരാം. അതെ, ലൈൻ സ്റ്റാർട്ട്. ഞങ്ങളൊരു എനിക്ക് ആ മാർക്ക് കാണുമ്പോൾ ഒരു വിഷമം വരണോ? നമ്മളുണ്ടല്ലോ ഒരു ചെറിയ പോയിന്റിൽ നിർത്തിയിട്ട് 1-2 ഫോട്ടോസ് എടുക്കുകയാണ്. ഇവിടെ ഉള്ളതൊക്കെ കണ്ടോ, എല്ലാ ബഞ്ചസും മാർബിളിന്റെ. വിഷ്ണു സോളാറിനെ പറ്റി പറയാൻ ബാക്കില്. സോളാർ, എൻ്റെ വീട്ടിൽ സോളാർ വെക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കേട്ട് കഴിഞ്ഞപ്പോ എൻ്റെ അച്ഛനാണ്. ഈ ഒരു സൺലൈറ്റിന്റെ ഭംഗി എന്താ അല്ലേ? ഈ ഒരു ചെറിയ ലൈറ്റ് കണ്ടാ നമ്മൾ നിന്നത്. പക്ഷെ ഫോട്ടോ എടുത്തോണ്ട് ഇനി സിറ്റി എത്തുമ്പോഴേക്ക് സിറ്റി അടച്ചു പോയിണ്ടായിരിക്കും. പ്രതു, എക്രോപോളിസ് കാണാത്തൊരു വിഷമമുണ്ടോ പ്രതു? ഞാൻ ഇതിനെ പറ്റി ഇപ്പോഴും വായിച്ചോണ്ടിരിക്കുക, കാണാനോ പറ്റിയിരുന്നു. അത് ലൈം സ്റ്റോൺ ആണ്. എക്രോപോളിസോ? അപ്പൊ ഇതൊക്കെയോ? ഇതൊക്കെ മാർബിൾ ആണ്. അതല്ലേ നമ്മളെ ചുമല കണ്ടില്ലേ, കൊറേ നമ്മളിപ്പോ കേറിയെടുത്ത് ചുമല കണ്ടില്ലേ, അത് ലൈം സ്റ്റോൺ ആണ്. ഓ, എനിക്കത് ഒട്ടും മറ്റേ നമ്മുടെ നോർമൽ പാറയല്ലാന്ന് മനസ്സിലായി. കാരണം വെക്കുമ്പോ കാല് തെന്നിപ്പോണ്ടായിരുന്നു. വിഷു ഷോ കാണിക്കാതെ ഇറങ്ങി വരാം. ഷോ വീടിന് എങ്ങനെയാണല്ലോ ഷോ ആവുന്നത്? ഞാൻ കൈ പിടിച്ചിറങ്ങിയത് എനിക്ക് ഭയങ്കര, എനിക്ക് സ്ലോപ്സ് എനിക്ക് വഴുക്കല് പേടിയാ. നല്ല അടിപൊളി സൺലൈറ്റ് കണ്ട ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നും. തീർന്നു, അസ്തമിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. 7 മിനിറ്റേ ഉള്ളൂ സിറ്റി സെന്ററിലേക്ക് കേട്ടോ. ഇതേപോലെ എക്രോപോളിസ് ഉണ്ടായത് രാവിലെ തൊട്ട് എക്രോപോളിസിൽ എത്തിക്കൊണ്ടിരിക്കുക. നമ്മള് 10 മണി തൊട്ട് പ്ലാൻ ചെയ്തിട്ട് 2 മണിക്കാണ് എക്രോപോളിസ് എത്തിയത്. ഓ, എന്റെ വീഡിയോയിൽ കമന്റ് വന്നിരിക്കുന്നു കേട്ടോ, ഗീതവും പ്രതുള്ള വീഡിയോ ആണെങ്കിൽ അതൊരു വൈബാണ് എന്നൊക്കെ. എന്ത് ചെയ്യാനാണ്, ഏത് വൈബ്, എന്ത് ചെയ്യാനാണ്, നല്ല വൈബാണ്.
എന്ത് ചെയ്യാനാ? എനിക്ക് ആ സാധനം ഓടിക്കണം എന്നുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും എടുക്കാൻ പറ്റുമോ? ഭയങ്കര ആഗ്രഹമുള്ളൊരു സാധനമായിരുന്നു അത്. എടുക്കാം. എടുക്കാം. ഇതതുപോലെയല്ല, ഇതെടുക്കാം. അല്ല, ഇതെടുക്കാം. സൺസെറ്റിന്റെ സമയത്ത് അവിടെ നിന്നുള്ള ലൈറ്റ് നേരെ അടിക്കുന്നത് അക്രോപോളിസ് ഒക്കെയാണ്. എനിക്ക് പറഞ്ഞു താക്ക് സ്ലിപ്പാന്ന്. അക്രോപോളിസ് ഒക്കെ കളിയാക്കിയത് പറഞ്ഞു ടെക്നോപോളിസ് തോന്നുന്നു. പക്ഷെ നല്ല രസമില്ലേ ലൈറ്റ് അടിക്കുന്നത്? അവിടെ മാത്രം ഭയങ്കര ബ്രൈറ്റ് ആയിട്ടിരിക്കുന്ന പോലെ, ബാക്കിയൊക്കെ കുറച്ചൊരു അത് ഞാൻ സൺഗ്ലാസ് വെച്ചോണ്ടോ ബാക്കി ഇരുണ്ടത്. ഓ അടിപൊളി കേട്ടോ, നല്ലൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് രണ്ട് സൈഡിലും. നമ്മൾ നല്ലൊരു സൊവനീർ വാങ്ങി തുടങ്ങാന്ന് വിചാരിച്ചു. പ്രതു എനിക്കിതൊന്നും എടുക്കോ? ഈ മാഗ്നറ്റ്. അത് ഒരു അക്രോപോളിസ് വീട്ടിലിരിക്കട്ടെ. വേണ്ട അത് മതി. ഗീതുവിന് ഗ്രീക്ക് ഐ വാങ്ങിക്കാൻ ഒരു ആഗ്രഹം. നമ്മളങ്ങനെ ഗ്രീക്ക് ഐയുടെ മാലയാണ് വേണ്ടത് പറഞ്ഞപ്പോക്ക് വാങ്ങിച്ചെടുക്കുന്ന പ്രതു. വാവ് നൈസ്. വേണ്ട, വിഷ്ണു എന്തായാലും വാങ്ങി തരില്ല, ഞാൻ ചോദിക്കുന്നില്ല. എല്ലാരും കടറകത്ത് നിൽക്കുമ്പോ താങ്കൾക്ക് എന്താണ് ഇവിടെ കാര്യം? ഗീതുവിന് ഇഷ്ടപ്പെട്ടില്ല. ഗീതു ഒരു സ്പെസിഫിക് മോഡൽ മൈൻഡിലുണ്ട്. ഒരു ചെറിയ ഗ്രീക്കായി ഗോൾഡിൽ വരുന്നത് അതില്ല. താൻ തകത്ത് വരത്ത് പ്രതു കമ്മലെടുക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ബ്രേസ്ലെറ്റ് കുറച്ച് ഇരുട്ടായി ഇരിക്കുന്നുണ്ട്. കുറച്ചധികം വലുതായോണ്ട് കാണുന്നില്ല. കയ്യിൽ വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. ഒരു കുഞ്ഞ് ഗ്രീക്കായി അതാണ് ഇത് വാങ്ങിയത്. യുവിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിരിക്കായിരുന്നേ. അവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. ഇന്നത്തെ വീടിന്റെ ടൈറ്റിൽ നമുക്ക് അക്രോപോളിസ് ആക്കാല്ലേ. ഒരു മരക്കട. നല്ല രസം. നമുക്ക് നമ്മൾ ആക്ച്വലി ഇപ്പൊ നടക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് കൂടെ കേട്ടോ. രാത്രി ആയത് കാരണം മുഴുവൻ ഭംഗി കാണാനില്ല. രണ്ട് സൈഡിലും ഫുൾ വൈറ്റും അതേപോലെ തന്നെ ഓറഞ്ചും കോമ്പിനേഷനിൽ വരുന്ന ബിൽഡിങ്സിന്റെ ഇടയിൽ കൂടെ നമ്മൾ നടക്കുന്നത്. രാത്രി ആവുകൊണ്ട് ഇത്ര ഭംഗി കാണാനില്ല, പക്ഷെ നല്ലൊരു രസമുണ്ട്. നല്ലൊരു കുഞ്ഞു സ്ട്രീറ്റ്. ഇവിടെ നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഒരു സ്റ്റെപ്പിന്റെ രണ്ട് സൈഡിലും ആയിട്ട് ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്കിവിടെ നിൽക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അല്ലെങ്കിൽ നമ്മൾ നിന്നേനെ. കാരണം യുബി കുറച്ച് ടയർഡായിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി കേട്ടോ. എനിക്ക് നമ്മൾ വേറെ നടന്ന സ്ഥലങ്ങളെക്കാളും കൂടുതൽ ഈ ഒരു സ്ഥലം നല്ല ഇഷ്ടപ്പെട്ടു. നാളെ നമ്മുടെ ഇന്ത്യ ന്യൂസിലൻഡ് മാച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാലോ? നാളെ നമ്മുടെ ഇന്ത്യ ന്യൂസിലൻഡ് മാച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാലോ? ഐറ്റനറി ലീഡർ പ്രോബബിലിറ്റി മറ്റേ കാൽക്കുലേറ്റ് ചെയ്തോണ്ടിരിക്കും. നാളെ വരുന്നതാണോ ഇന്ന് ഇവിടെ ഇരിക്കുന്നതാണോ നല്ലതെന്നുള്ള കാൽക്കുലേഷൻ നടന്നു. ഓക്കെ, എന്നാ നടക്കട്ടെ. നല്ല രസമുണ്ട്. നമ്മളിവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയി. നമ്മളതുകൊണ്ട് നാളെ ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ റിസർവ് ചെയ്തു. അതെ, നാളെ കാണിച്ചു പുറത്ത്. നാളെ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ വരും. നാളെ ഇവിടെ നിന്ന് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. നാളെ ഇന്ത്യ ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ നമ്മൾ വരും. പക്ഷെ ജയിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ പഞ്ഞിക്കിടില്ലെങ്കിൽ ശരിക്കും എനിക്ക് ജയിക്കണം എന്നാണ് ആഗ്രഹം. ജയിച്ചില്ലെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാൻ ആലോചിക്കാം. ഗ്രീക്ക് സാലഡ് ഉണ്ടോ? അത് മതി എനിക്ക്. ഈ ഒരു സ്ട്രീറ്റിന്റെ ഭംഗിയുണ്ടല്ലോ. കുഞ്ഞു കുഞ്ഞു ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് അവർ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളത്. എനിക്ക് ഇന്ന് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ട്രീറ്റ്. ഭയങ്കര ഒരു പ്രത്യേക വൈബുള്ള ഒരു സ്ട്രീറ്റ്. നല്ല രസമുണ്ട്. താങ്ക് യു ഗീതു. ഉറക്കെ പ്രതു ഒരു തവണ താങ്ക് യു ഗീതു. നമ്മൾ നാളത്തേക്ക് ആവശ്യമുള്ള കുറച്ച് മുട്ടയും ബ്രെഡും ഒക്കെ മേടിച്ചു. നമ്മൾ വീട്ടിൽ പോവാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടും അതേപോലെ കുഞ്ഞുണ്ടായിട്ടും ഒക്കെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് കുറച്ച് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നുണ്ടായത്. നല്ല എക്സ്പീരിയൻസ്, മോശം എക്സ്പീരിയൻസ് അങ്ങനെ ഞാൻ പറയില്ല. പക്ഷെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഞാനത് പ്രിഫർ ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല അത്. കാരണം നമ്മൾ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് ഇവൻ ഉറങ്ങുമായിരുന്നല്ലോ, ഇടയ്ക്ക് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ലേഡി വന്നിട്ട് നിർബന്ധപൂർവ്വം നമ്മളെ വിളിച്ച് ബില്ലിങ് നിർത്തിവെച്ച് നമ്മൾക്ക് ബില്ല് ചെയ്ത് തന്നു. അത് കുട്ടിയുള്ളതുകൊണ്ടാണ് അവരെടുത്ത് പറയേണ്ടത്. അവരുടെ കൺസിഡറേഷൻ അല്ലെങ്കിൽ നമ്മളെ പറ്റി ചിന്തിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. മനസ്സിലായില്ല, പക്ഷെ ബേബി ബേബി എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മളെ
ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവരുടെ കൺസിഡറേഷൻ, ആ ചിന്തിക്കാനുള്ള മനോഭാവം, ഇറ്റ് വാസ് നൈസ്. അതെ. പക്ഷെ എല്ലാവർക്കും അത് അത്ര പക്ഷെ ക്യൂലുള്ള എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ തന്നെയായിരുന്നു. പക്ഷെ എനിക്കോട് പേഴ്സണലി നമ്മളത്ര പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമല്ല അത്, കാരണം എല്ലാവരും തിരക്കുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ ഇത് ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫോർ ദ ഫസ്റ്റ് ടൈം എനിക്ക് ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിനി ഫുഡ് പാർസൽ വാങ്ങി നല്ല വീട്ടിൽ പോവുകയാണ്. ഇവിടെ സൺഡേ കടകളൊന്നുമില്ല കേട്ടോ. നെതർലൻഡ്സിൽ അങ്ങനെയല്ല. നെതർലൻഡ്സിൽ സൺഡേയും കടകളൊക്കെ ഉണ്ടാവും. വൈകുന്നേരം ഒരു 5 മണി 5:30 വരെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ നാളത്തേക്ക് ഉള്ള ബ്രെഡും ഓംലെറ്റും കൂടെ, ഓംലെറ്റ് അല്ല ബ്രെഡും എഗ്ഗും കൂടെ ഒക്കെ വാങ്ങിയിട്ടാണ് പോണേ. നമ്മളിനി ഫുഡൊക്കെ വാങ്ങി വീട്ടിൽ പോട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ.